ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഗ്രാനി ചാപ്റ്റർ 3. സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രാനി ചാപ്റ്റർ 3 ആദ്യമായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാവരും കളിക്കുന്നതൊക്കെ ഇൻട്രോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ കളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈസി ലെവലിൽ തന്നെ പോവാം. അപ്പോൾ നമ്മൾ കളിയങ്ങ് തുടങ്ങുകയാണ്. ഡേ 1 നമ്മൾ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഡേ 1 കടന്നിരിക്കുന്നു. ആദ്യത്തെ ഇൻട്രോ ഒക്കെ കാണിക്കും. അഫ്കോഴ്സ് എപ്പോഴും കാണിക്കുന്ന ഇൻട്രോ ആണ് ഗൈസ്, അതുകൊണ്ട് എപ്പോഴും ഇത് കാണിക്കും. ആ ഇൻട്രോ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഡേ 1 എന്ന് എഴുതി കാണിക്കുക. ആ ഡേ 1 എഴുതിയിരിക്കുന്നത് തന്നെ ഡോയ് 1 പോലെയാണ് എനിക്ക് തോന്നിയത് ആദ്യം. പക്ഷേ ഡോയ് 1 അല്ലെന്ന കാര്യം എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ലോക്കപ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. ലോക്കപ്പിൽ അടഞ്ഞു കിടക്കുന്ന നമുക്ക് ലോക്ക് പിക്ക് എടുക്കണം. ആ ലോക്ക് പിക്ക് എടുത്ത് ലോക്ക് തുറക്കണം. അങ്ങനെ നമ്മൾ ലോക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലോക്ക് തുറന്ന് ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് മൊത്തം തുറന്നിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇടത്തൊരു അസ്ഥിമശാൻ അവിടെ കിടപ്പുണ്ടാകും. അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോവുകയാണ്. എന്തിനോടെ ജെറ്റാ? അയ്യോ ഗൈസ്, ചിലപ്പോൾ അപ്പുറത്ത് ഗ്രാനി വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ തട്ടിയപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടായില്ലേ, അത് കാരണം. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ തുറന്നങ്ങോട്ട് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരെ നടന്ന് പോകുമ്പോൾ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഗ്രാൻഡ് ഓട്! അയ്യോ കണ്ടോ വഴി ഓടാം. സുഹൃത്തുക്കളെ, ഗ്രാൻഡ് അവിടെ നിൽക്കുകയാണ്. നമ്മൾ വളരെ കൂളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ ഗ്രാനിയൊന്നുമില്ല സുഹൃത്തുക്കളെ. നമുക്ക് ഗ്രാൻഡ് വന്ന് കിടക്കുമ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഒളിച്ചിരുന്നിട്ടും ഗ്രാനിനെയും ഗ്രാൻഡ്മേനെയും കാണുന്നില്ല. അപ്പോൾ നമുക്ക് വെളിയിറങ്ങി നമ്മൾ ആദ്യം ഈ ഡ്രോവർ ഒന്ന് തുറന്നു നോക്കുകയാണ്. ഇതിനകത്തൊന്നുമില്ല. അയ്യോ ഗ്രാനി, ദൈവമേ കണ്ട വഴി ഓടാൻ സഹായിക്കണേ. അയ്യോ ഗൈസ്, സുഹൃത്തുക്കളെ, നമ്മൾ സിലിണ്ടറിൻ്റെ റൂമിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. സിലിണ്ടറിനെ ചേച്ചുമല്ലോ ഇതിനകത്ത് കയറി വന്നാൽ നമ്മളെ കാര്യത്തിന് തീരുമാനമായെന്ന് കണക്കാക്കിക്കോ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ എണീക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ നോക്കിയിട്ടൊന്നും കാണാതെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എണീക്കാമെന്ന് വിചാരിച്ചു. സുഹൃത്തുക്കളെ, സൗണ്ട് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് കൂട്ടിയത്. പിന്നെ നടന്ന് പോകുമ്പോൾ താഴെ ഗ്രാനി അമ്മമ്മയില്ല. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കിതങ്ങ് തുറന്നിട്ട് മുകളിലോട്ടൊന്ന് കയറി നോക്കാമെന്ന്. നമ്മളങ്ങനെ കയറാൻ വേണ്ടി നോക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ തുറന്ന് ഇത് എന്തിനു പടി? സുഹൃത്തുക്കളെ, നമുക്ക് മുകളിലോട്ട് നടന്ന് കയറാം. ആരുമില്ല സുഹൃത്തുക്കളെ. ഞാൻ വിചാരിച്ചു ഗ്രാനി പെട്ടെന്ന് ഫ്രണ്ടിൽ ചാടി വീണെന്ന്. ഈ അമ്മുമ്മ കിളയ്ക്ക് അവിടെ പണിയില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഫ്രണ്ടിൽ ചാടുന്നത്. ചുമ്മാ ഒരുമാതിരി വയസ്സുകാലത്ത് വല്ല വീൽ ചെയറിൽ ഇരിക്കാതെ കിളവിമാർ നേരെയാണ് ഫ്രണ്ടിൽ ചാടിക്കൊള്ളും നമ്മളെ കൊല്ലാനായിട്ട്. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇവിടെ നടത്ത് ചാടുമ്പോൾ സൂക്ഷിച്ച് ചാടണം, അല്ലെങ്കിൽ ചത്തുപോകും. സുഹൃത്തുക്കളെ, നമ്മൾ സത്തിട്ടില്ല. എവിടെയോ ആരോ കണ്ടതുപോലെ ഒരു സൗണ്ട് കേട്ടു. എന്നാലും ഇവിടെ നമ്മൾ സേഫാണ് സുഹൃത്തുക്കളെ. ഇവിടെ ആർക്കും കയറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ എടുത്ത് ചാടുകയാണ്. അത് ഇവൻ്റെ ഡേ 1 അവസാനത്തെ ചാട്ടായിരുന്നു സുഹൃത്തുക്കളെ. അവൻ അന്തരിച്ചിരിക്കുന്നു. റെസ്റ്റ് ഇൻ പീസ് സുഹൃത്തുക്കളെ. അങ്ങനെ ഡോയ് 2 തുടങ്ങിയിരിക്കുകയാണ്. ഡോയ് 2 സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെ ലോക്കപ്പിൽ എണീക്കുകയാണ്. എണീറ്റപ്പോൾ നമ്മളുടെ കയ്യിൽ ലോക്ക് പിക്ക് ഉണ്ടെന്ന് ഞാൻ അറിയാതെ ഒന്ന് താഴോട്ട് നോക്കിയിട്ട് കണ്ടില്ല. എൻ്റെ കയ്യിലുള്ള കാര്യം ഞാൻ മറന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ ചുമ്മാ കളിച്ചതാണ്. പിന്നെ നമ്മളങ്ങനെ തുറക്കുകയാണ്. ഇങ്ങനെ നടന്ന് അസ്ഥിമച്ചാനെയൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് പിന്നെയും നടന്നങ്ങ് പോവാം. അങ്ങനെ നമ്മൾ കഥേൻ്റെ അവിടെ എത്തി സ്പീഡിൽ ഓടി നേരെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അപ്പൂപ്പൻ ഇപ്രാവശ്യം ഇതിനകത്തില്ല സുഹൃത്തുക്കളെ. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കഥ കടച്ചിട്ടിട്ട് കാണാം സുഹൃത്തുക്കളെ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മൾ തപ്പി നോക്കുകയാണ്. ഇതിനകത്തൊന്നുമില്ലെന്നാണ് നമ്മുടെ ഒരു ശ്രേഷ്ഠ. ഇതിനകത്ത് സാധാ വെപ്പൻ കാണാറുള്ളതാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതിനകത്ത് എല്ലാം അലിച്ചു വരാം. വുഡ് വേണ്ട. അടുത്തത് ഒന്നും കാണാനില്ല സുഹൃത്തുക്കളെ. ഇതിനകത്തൊന്നുമില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ഡ്രോഡ് കൂടി തുറന്നു നോക്കാം സുഹൃത്തുക്കളെ. ഇത് ഏത് ചിഞ്ചിന്നാക്ലീരെ വെപ്പൻ കീയായിരിക്കുന്നത്? എടുത്ത് തുറയ്ക്കുക. ഇല്ല, അപ്പൂപ്പൻ നേരത്തെ തുറന്നു വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൂപ്പൻ നമ്മളെ സ്നേഹിക്കുന്നു. അപ്പൂപ്പൻ നമ്മളെ ഇതേപോലെയൊക്കെ സഹായിച്ച് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി തുറന്നു വിട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമുക്കൊരു കല്ല് കിട്ടിയിരിക്കുന്നു. പ്ലീസ്, കല്ലെടുക്കാനാണ് ഞാൻ പുറത്ത് വന്നത്. അപ്പോഴത്തേക്ക് അയ്യോ അപ്പൂപ്പൻ ഓടി കണ്ടുപോയി ഓടിക്കും സുഹൃത്തുക്കളെ. കാരണം ബാക്കിൽ നിന്ന് അപ്പൂപ്പനാണ് വരുന്നത്. അങ്ങേരെ കയ്യിൽ പുള്ളിക്കാരൻ സാധാരണയല്ല, തോക്കൊക്കെ കയ്യിലേന്തിക്കൊണ്ടാണ് വേണത്. കിളവ് എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആരെയും കാണാനില്ല. നമുക്കിവിടെ സുഹൃത്തുക്കളെ ഒരു കല്ലല്ലേ നമ്മളാ കണ്ടത്? ആ കല്ലെവിടെ മോദി? അതാണ് ഞാൻ നോക്കുന്നത്. കല്ലിനെ കാണാനില്ല സുഹൃത്തുക്കളെ. കല്ല് നമ്മളെ പറ്റിച്ച് പോയിരിക്കുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഇവിടെ കല്ലൊന്നും കാണാനില്ല. അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ അപ്പൂപ്പൻ
സുഹൃത്തുക്കളെ നമുക്ക് കണ്ട പോയി ബാക്കിൽ കൂടെ ഓടാം, അതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ അപ്പം നമ്മളെ പിടിച്ചോണ്ട് പോകും. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി 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 നമ്മൾ ഷെഡിനടുത്തെത്തി. ഷെഡിൻ്റെ അടുത്ത് ആരുമില്ല. ഒരു പുല്ലും ഇല്ലല്ലോ ഇതിനകത്ത്. സുഹൃത്തുക്കളെ അതിനകത്ത് കീ ഇട്ടിരുന്നെങ്കിൽ അതിനകത്ത് എത്ര ഈച്ചയും പാറ്റയും ഉണ്ടെന്ന് എണ്ണായിരുന്നു. അത്രയ്ക്ക് വൃത്തികേടായിരിക്കും നമ്മുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെ കാർ ഷെഡല്ല, അതെന്തോ ഷെഡാണ്. സുഹൃത്തുക്കളെ നമ്മളവിടെ ഒരു കല്ല് കണ്ടു. നമുക്ക് എന്തായാലും ഈ കാറൊന്ന് തുറന്ന് നോക്കാം. സുഹൃത്തുക്കളെ നമ്മൾ അകത്തോട് നോക്കിയപ്പോൾ ഒന്നും കിട്ടാനും ഇല്ല. നമ്മളപ്പോൾ എന്ത് ചെയ്തെന്നോ, അയ്യോ സിലിണ്ടറിനാ, അയ്യോ 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 അയ്യോ. സുഹൃത്തുക്കളെ സിലിണ്ടറിനെ എവിടെ പോയി? സുഹൃത്തുക്കളെ സിലിണ്ടറിനെ കാണാനില്ല. സിലിണ്ടറിനെ വേറെ എവിടെ പോയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നമുക്കൊരു കല്ലും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഗ്രാൻഡ് ബേ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നേരത്തെ ഗ്രാൻഡ് ബേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പിന്നെയും പണ്ടാര ഷെഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോവുകയാണ്. എന്തൊരു നാറ്റമെന്നോ, ഇത് ടോയ്ലറ്റാണോ ഷെഡാണോ എന്നോ ഒരു പിടിയുമില്ല. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങറ്റത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ കാണാനുള്ള കാഴ്ച, നമ്മൾ ഡോർ തുറന്നപ്പോൾ ആരുമില്ല. സുഹൃത്തുക്കളെ ഇതിനകത്തും എല്ലാം കാണും, ഇല്ല. അങ്ങനെ നമ്മൾ ഒന്നും കിട്ടാതെ പ്രതീക്ഷയില്ലാതെ നടന്നങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ വെപ്പൺ കീ ഉള്ളതിനാൽ നമുക്ക് നേരെ അപ്പാപ്പൻ്റെ റൂമിൽ കയറി തോക്കെടുക്കാം. തോക്കല്ലല്ലോ, സ്ലിംഗ് ഷോട്ട്. സുഹൃത്തുക്കളെ അങ്ങനെ നമുക്ക് സ്ലിംഗ് ഷോട്ട് കിട്ടി. ഇനി നമുക്ക് അപ്പൂപ്പനെ അമ്മച്ചീനെ അടിച്ചു വീഴ്ത്താം. സുഹൃത്തുക്കളെ നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ആദ്യം ക്ലവൻ ഇതിനകത്ത് നേരത്തെ നോക്കിയല്ലേ, ഒന്നുമില്ല, ഇങ്ങനെ തുറന്നോട്ട് സുഹൃത്തുക്കളെ. പക്ഷെ അത് ഒരു ദിവസം കഴിഞ്ഞുകൊണ്ടായിരിക്കും അടച്ചത്. സുഹൃത്തുക്കളെ നേരത്തെ അത് അടച്ചിരുന്നു, അതാണ്. നമുക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കിയാലോ സുഹൃത്തുക്കളെ. ഡ്രോപ്പ് ഇത് മെത്തയിൽ വീണുകൊണ്ട് ഒന്നും കേട്ടില്ല സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിവിടെ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ കയ്യിൽ കിട്ടല്ല. കിട്ടി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പാപ്പൻ വന്നിരിക്കുന്നു. അപ്പാപ്പൻ തോക്ക് ചൂണ്ടിയപ്പോൾ ഞാൻ അതിനെ കല്ല് വെച്ച് ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. അയ്യോ അമ്മൂമ്മ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ജിഞ്ചിന്ന അമ്മൂമ്മക്കിളിയെ ആദ്യം അമ്മൂമ്മേനെ തന്നെ തട്ടി സുഹൃത്തുക്കളെ. രണ്ടാമത് അപ്പാപ്പനെ ഗ്രാനിയും ഗ്രാൻഡ് ബേ രണ്ടെണ്ണം പിടി. പൊക്കോ അങ്ങനെയാണ് ഇതല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളങ്ങ് പോവുകയാണ്. നോക്കിയപ്പോൾ കാണാൻ ഒരു ഏമോ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്ന് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അണ്ടർഗ്രൗണ്ട് നിവാസത്തിന് ശേഷം നമ്മൾ പിന്നെയും മുകളിൽ വന്ന് പിന്നെയും അവന്മാരൊക്കെ ഒന്ന് അണ്ടർഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. പിന്നെയും നമ്മൾ അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ഗ്ലാസ് കാണാം. ഒന്നുമില്ലാതെ കയപ്പ് കാണിച്ച് അതിനെ പൊട്ടിക്കുന്നതാണ് എൻ്റെ പരിപാടി. പിന്നെ അതിനകത്തോട് കയറി നമ്മൾ ഗ്ലാസ് അങ്ങ് തുറക്കുന്നു. അതിനുശേഷം നമുക്ക് അകത്ത് വല്ലതും കിട്ടുമോ? ഫ്യൂസ്. സുഹൃത്തുക്കളെ ഫ്യൂസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കാണെങ്കിൽ എത്തിച്ചേരണമെന്നോ. നമുക്ക് ആദ്യം ക്രോബാറൊക്കെ എടുക്കാം. ക്രോബാർ എടുത്തിട്ട് നമുക്കാണെങ്കിൽ വെളിയിലോട്ട് ഇറക്കാം. സുഹൃത്തുക്കളെ നമ്മളങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. നമുക്കൊരു ലക്ഷ്യവുമില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തുറന്നു നോക്കിയപ്പോൾ കാണാൻ കേബിൾ കിട്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ ഈ ക്രോബാർ എന്തിനു ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചുമ്മാ എവിടെയോ ബട്ടലിൽ കയറി വിധിക്കുകയാണ്. അസ്ഥിമച്ചാൻ ബൈ. അപ്പം നമുക്ക് കാണാനായിട്ട് അസ്ഥിമച്ചാനെ ചുമ്മാ വിട്ടിട്ട് പോയിരിക്കുക. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാര്യം കണ്ടു. അയ്യോ സിലിണ്ടറിനെ ചേച്ചിയെ ഓടി. ചേച്ചി ഓടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ നമ്മളങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് സിലിണ്ടറിൻ്റെ ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ അങ്ങ് മുകളിലോട്ട് കയറുകയാണ്. സുഹൃത്തുക്കളെ നമ്മൾ മുകളിലോട്ട് കയറി പോവുകയാണ്. നമുക്ക് മുകളിലോട്ട് കയറേണ്ടതാണ്. കാരണം നമുക്ക് ക്രോബാർ വെച്ച് മുകളിലോട്ട് വേറെ പണിയുണ്ട്. ചുമ്മാ കിളപ്പ് കാണിക്കാതെ നമുക്ക് മുകളിലോട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്ര റൗണ്ട് ഗോൾഡ് റൗണ്ട് ആയിരുന്നു. പിന്നെ നമ്മളങ്ങ് മുകളിലോട്ട് കയറിയപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ ഇറങ്ങി. അയ്യോ തറ വീണേ. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഇന്നത്തെ കളി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തോ ആഡൊക്കെ കയറി വരും. താങ്ക് യു ഫോർ വാച്ചിങ്.